നിങ്ങളൊരു സ്ഥലത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര കൊല്ലം കഴിഞ്ഞാലായിരിക്കും ആ പൈസ ഡബിൾ ആയിട്ട് കിട്ടുക നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ പല ആൾക്കാരും പറയും 10% റിട്ടേൺസ് കിട്ടുന്നുണ്ട്, 12% കിട്ടുന്നുണ്ട്, മേ ബി ഒരു 3 കൊല്ലം, 4 കൊല്ലം, 6 കൊല്ലം, 8 കൊല്ലം, എല്ലാം ഒരു അപ്രോക്സിമേറ്റ് നമ്പേഴ്സാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് എത്ര കൊല്ലം കൊണ്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആവുന്നതെന്ന് പല ആൾക്കാർക്കും ക്ലിയർ ആയിട്ട് അറിയില്ല. അങ്ങനെ അറിയില്ല എന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോർമുല നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കിട്ടും. അതാണ് റൂൾ ഓഫ് 72. അതെന്താണ്, എങ്ങനെ ചെയ്യാമെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ കോണ്ടന്റ്സിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. പൈസ വളർത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ തന്നെയാണ്. പൈസ ഒരിക്കലും സേവ് ചെയ്ത് വെക്കാനുള്ളതല്ല, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വളർത്തിയെടുക്കാനുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു സംഭവം ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്തും ജോലി ചെയ്തൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം കൊല്ലം എടുക്കും അത് ഡബിൾ ആവാനെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം പല ആൾക്കാരും പലതരത്തിലുള്ള ഓരോരോ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് നിങ്ങളെ പറ്റിക്കുന്നത് ഈ രീതിയിലാണ്. അവർ പറയും നിങ്ങളൊരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഒരു 15-20 കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു 15 ലക്ഷമാവെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഓക്കെ, എനിക്കൊരു 300% റിട്ടേൺസ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്, കൊള്ളാവല്ലോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. എത്ര കൊല്ലം എടുത്തിട്ടാണ് അത് ഡബിൾ ആവുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാൻ ടൈം കൊടുക്കാത്തത് കൊണ്ടുകൊണ്ട് മാത്രമാണ് പല ആൾക്കാരും മോശമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധവുമായിട്ട് നോക്കേണ്ട ഒരു ഫാക്ടറാണ് എത്ര കൊല്ലം എടുത്തായിരിക്കും ആ പൈസ ഡബിൾ ആവാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിനുവേണ്ടി ഈ റൂൾ ഫോളോ ചെയ്യാം. ഈ റൂളിന്റെ പേരാണ് റൂൾ ഓഫ് 72. അതായത് 72 ഡിവൈഡഡ് ബൈ റിട്ടേൺസ്. നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എത്രയാണോ അത് 72 താഴെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കൊല്ലം എടുത്തിട്ടായിരിക്കും ആ പൈസ ഡബിൾ ആവാൻ പോകുന്നത് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പൈസ FD ഇട്ടു, നിങ്ങൾക്കൊരു 6% റിട്ടേൺസ് ഇവിടുന്ന് കിട്ടുന്നതെന്നാണെങ്കിൽ 72 ഡിവൈഡഡ് ബൈ റിട്ടേൺസ് എത്രയാണ്? 6% ഈസ് ഈക്വൽ ടു 12. അതായത് 12 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾ FDയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഇരട്ടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 8% റിട്ടേൺസ് കിട്ടുന്നുണ്ടെന്നാണെങ്കിൽ റൂൾ ഓഫ് 72 പ്രകാരം 72 ഡിവൈഡഡ് ബൈ റിട്ടേൺസ് എത്രയാണ്? 8%. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 9 കൊല്ലം എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഈ പൈസ ഡബിൾ ആവുന്നുണ്ടാവുക. ഇനി കുറച്ചും കൂടി നിങ്ങൾ അത്യാവശ്യം കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ്, നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് നിങ്ങൾക്ക് ഒരു 12% റിട്ടേൺസ് കിട്ടിയെന്നാണെങ്കിൽ 72 ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 6. അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 കൊല്ലം എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ പൈസ ഡബിൾ ആവുന്നതാണ് ഈ കണക്ക് പ്രകാരം പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മേ ബി ഡൗട്ട് തോന്നിയേക്കാം, ഓക്കെ എനിക്കിപ്പോൾ അത്യാവശ്യം നോക്കുമ്പോൾ എത്ര കൊല്ലം എടുക്കുമെന്ന് മനസ്സിലായി, എനിക്ക് പക്ഷേ ഓൾറെഡി എത്ര കൊല്ലം എടുക്കുമെന്ന് അറിയാം, പക്ഷേ എത്രയാണ് റിട്ടേൺസ് കിട്ടുക എന്ന് ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ, അതായത് ഒരാൾ പറയുകയാണ് ഞാനിപ്പോൾ അത്യാവശ്യം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 9% അല്ലെങ്കിൽ 9 കൊല്ലത്തേക്ക് എനിക്ക് അത്യാവശ്യം ഈ പൈസ ഡബിൾ ആവുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതിന് എനിക്ക് വരുന്ന റിട്ടേൺസ് എത്രയായിരിക്കും ഡൗട്ട് തോന്നുകയാണെങ്കിൽ 72 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, അത് എത്രയാണ്? 9 കൊല്ലം എടുത്തിട്ടാണ് പൈസ ഡബിൾ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ 8, അതായത് 8% ഇൻട്രസ്റ്റ് വെച്ച് കിട്ടിക്കൊണ്ട് ഒരു 9 കൊല്ലത്തേക്ക് റൺ ആയി കഴിഞ്ഞാലായിരിക്കും പൈസ ഡബിൾ ആവുന്നതാണ് അർത്ഥം. സോ നിങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോവുകയാണെന്നാണെങ്കിൽ തന്നെ മിനിമം ഒരു 9 കൊല്ലത്തിലെങ്കിലും ആ പൈസ ഡബിൾ ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത്യാവശ്യം അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ഒരു ഇൻഫ്ലേഷൻ ഇല്ലാത്ത രാജ്യത്തിലല്ല, നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. സോ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് അത്യാവശ്യം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ആയിട്ട് നല്ലൊരു എമൗണ്ട് ആകുമ്പോൾ മാത്രമേ അതിനൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കണക്ക് പ്രകാരം നിങ്ങൾ നോക്കിയിട്ട് മിനിമം ഒരു 9 കൊല്ലത്തിനെങ്കിലും ഉള്ളിൽ നിങ്ങൾക്ക് ആ പൈസ ഡബിൾ ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇനി സപ്പോസ് നിങ്ങൾ ആരെങ്കിലും ഫോണൊക്കെ വിളിച്ചിട്ട് അത്യാവശ്യം 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര ഇരട്ടി പൈസയൊക്കെ കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് കോൾ ഹോൾഡിൽ വെച്ചിട്ട് ഈ ഒരു കണക്ക് പ്രകാരം റൂൾ ഓഫ് 72 പ്രകാരം എല്ലാം നിങ്ങൾ അത്യാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നാണെങ്കിൽ എത്ര കൊല്ലം എടുക്കും, എത്ര റിട്ടേൺസ് കിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇതുപോലുള്ള ആൾക്കാർ മോശമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങളെ സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. സോ ഈ റൂൾ ഓഫ് 72 പോലെ തന്നെ വേറെ ഒരുപാട് റൂൾസ് ഉണ്ട്, പേഴ്സണൽ ഫൈനാൻഷ്യൽ ഹാക്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫൈനാൻസ് നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് വേണ്ടി വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയറും ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം.